ഇപ്പോൾ എൻ്റെ വണ്ടി 2016 മോഡൽ ഡസ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഡസ്റ്ററിന് 2,85,000 IDV വാല്യൂ വന്നു കഴിഞ്ഞാൽ വരുന്ന പ്രീമിയം എമൗണ്ട് 3,846 രൂപയാണ്. അത് നാഷണൽ ഇൻഷുറൻസിൻ്റെയാണ്. ഇനി ആ സെയിം ഇൻഷുറൻസ് കമ്പനിയുടെ തന്നെ 3,85,000, അതായത് 285 നിന്ന് 1 ലക്ഷം കൂടിയപ്പോഴത്തേക്കും 3,800 നിന്ന് 3,900 എനിക്ക് വന്നിട്ടുള്ളത്. അതായത് വെറും 100 രൂപ സംതിങ് ആകെ വില വ്യത്യാസം വരുന്നുള്ളൂ. IDVയുടെ ഇൻഷുറൻസ് തുകയുടെ കാര്യത്തിൽ 1 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, പ്രോപ്പർ IDV ഇട്ട് തന്നെ നമ്മൾ ഇൻഷുറൻസ് എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ വണ്ടിക്ക് ഒരു അപകടം പറ്റിയാലോ, ഒരു ടോട്ടൽ ലോസ് സംഭവിച്ചാലോ, ഒരു നാച്ചുറൽ കലാമിറ്റി വന്നിട്ട് വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോയാലോ ഈ പറയുന്ന ലക്ഷങ്ങൾ നമുക്ക് നഷ്ടം വന്നേക്കാം. അതുപോലെ തന്നെ IDV പ്രോപ്പറായിട്ട് ഇടുന്ന കാര്യത്തിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. കഴിഞ്ഞ ഇൻഷുറൻസ് തുക ആ ഒരു IDV വാല്യൂ ഇപ്പോൾ 4,28,000 ആയിരുന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ 3,85 ഇൻഷുറൻസ് എടുക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. അതായത് കഴിഞ്ഞ ഇൻഷുറൻസ് IDVയുടെ അകത്തുനിന്ന് 10% കുറച്ച് മാത്രമേ ഇപ്പോൾ എടുക്കാൻ പാടുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ക്ലെയിം സംഭവിക്കുന്ന സമയത്ത് ഇവർ വണ്ടിയുടെ കഴിഞ്ഞ പ്രീമിയത്തിനെ കുറിച്ചും കഴിഞ്ഞ ഇൻഷുറൻസിനെ കുറിച്ച് വരെ ഈ ഇൻഷുറൻസ് കമ്പനിക്കാർ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യും. അപ്പോഴത്തേക്കും കഴിഞ്ഞ IDVയുടെ അകത്തുനിന്ന് 10% കുറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസ് ക്ലെയിം റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. വണ്ടി ഇറങ്ങിയ വർഷത്തെ എക്സ് ഷോറൂം പ്രൈസിനകത്തുനിന്ന് ഓരോ വർഷവും 10% വെച്ച് കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ വർഷം എത്ര IDV ഉണ്ടെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും.